ഹേ ഗായ്സ്, ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് മലമ്പുഴ കാണാൻ പോകട്ടെ, മലമ്പുഴ ഡാമിൽ കാണാൻ പോവാണ്. അപ്പോൾ ആസിഫിന് ഡാമൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതൊന്ന് കാണാൻ പോവാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ 6 മണിക്ക് ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ 7:15 ഞങ്ങൾക്ക് ഷൊർണൂർ ട്രെയിന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ലൈറ്റായിട്ട് സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങളവിടെ എത്തിയത് 10:15 ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. ആ ടൈമിൽ പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ടിക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കയറിയതുള്ളത്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വെയിലൊക്കെ ആണെങ്കിൽ ബോറടിച്ചേനും. കാരണം നല്ല മഴയായാലും വെയിലായാലും ബുദ്ധിമുട്ടാണ്, കാരണം മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ. അപ്പോൾ ഇത് നല്ല ടോപ്പിൽ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ ആണ്. ഞങ്ങൾ ഡാമിൻ്റെ ആ ഒരു മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയായിട്ടോ കാണാൻ. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ പകുതി നടന്നപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. കാരണം കുറേ സ്റ്റെപ്സൊക്കെ കയറിയിട്ടാണല്ലോ നമ്മളെ മുകളിലേക്ക് എത്തുന്നത്. പിന്നെ എത്തുമ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. ഇപ്പോൾ ഇതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്റ്റെയറാണുള്ളത്. അപ്പോൾ കയറുന്നവർ കയറി കഴിഞ്ഞിട്ട് വേണം ഇവിടെയുള്ളവർക്ക് ഇറങ്ങാൻ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ താഴത്തേക്ക് എത്തിയിട്ടാണ് പിന്നെ ഇതാ ഡാമിൻ്റെ ഷട്ടർ എല്ലാം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങളിത് ആ ഒരു ബ്രിഡ്ജിൽ കയറുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു അടിപൊളി വ്യൂ ആണല്ലോ. നമുക്ക് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആ ഒരു ഡാം തുറന്നിട്ടത് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ആസിഫിന് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ബ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ട്. ഇനി കുറച്ച് സമയം ആസിഫിൻ്റെ ടൈമാണ്. അപ്പോൾ അങ്ങനെ പാർക്കിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ ഒരു സൈഡിലിരുന്ന് ആസിഫ് മതിയാവോളം പാർക്കിൽ കളിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം പിള്ളേരെ കളിക്കാൻ വേണ്ടിയിട്ട് പാരൻസൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ഞങ്ങളും നന്നായി ടയേർഡായിട്ടുണ്ട്. അത്യാവശ്യം നടന്ന് കാണാനുണ്ട് ഈ ഒരു ഡാമിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒരു 1 അവറിന് ശേഷം ഒരു 1:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഫേമസ് NMR ബിരിയാണി കഴിക്കാനാട്ടോ പോയത്. അതിൻ്റെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അങ്ങനെ അവസാനം ഞങ്ങൾ കാത്തു നിന്ന് ക്യൂ ഒക്കെ നിന്നിട്ട് അവസാനം ഞങ്ങൾ ബിരിയാണി മേടിച്ചു കഴിച്ചു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു.